ഗ്രാമിൽ പറഞ്ഞാൽ 2136 gram ഓഫ് ഗോൾഡ് ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ റിക്കവറി നടത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാക്കി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫർദർ നമുക്ക് പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇന്നെ ചിലപ്പോൾ റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തിട്ട് ഫർദർ കസ്റ്റഡിയിൽ ഭാവിയിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കസ്റ്റഡിയിൽ എടുക്കും. ഫർദർ ഇൻട്രോഗേഷൻ ചെയ്യും. വേറെ എന്തെങ്കിലും കേസിൽ ഇൻവോൾവ്മെന്റ് ആണോ അത് നിങ്ങൾ പരിശോധിക്കാൻ ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ആണ് ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്തപ്പോൾ ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്. അതെ, അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു വലിയ വീടായതുകൊണ്ട് അതിലെ നെയ്ബർ കൂടിയാണ്, തൊട്ട് അടുത്തുള്ള വീടായതുകൊണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ട്. ഇതില് നല്ല പോലെ ഇത് സാധനം ഉണ്ടാവണം, ക്യാഷ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ മറ്റ് സാധനം ഉണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യമാണ് ഈ വീടാണ് ഈ സ്ഥലമാണ് ടാർഗറ്റ് ചെയ്തത്. അല്ല, ബന്ധമൊന്നുമില്ല. ഇതുവരെ നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഭാവി ഇപ്പോൾ അന്വേഷണം ഞങ്ങൾ ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ ദിവസം സ്വർണം എടുക്കുകയും രണ്ടാമത്തെ ദിവസം വന്നിട്ട് പണെടുക്കും, അങ്ങനെയാണോ? എന്താണ്? രണ്ടാമത്തെ ദിവസം അദ്ദേഹം 20-ാം തീയതിയാണ് ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് നടത്തിയത്. ഒരു ഏകദേശം 40 മിനിറ്റ്സ് ഉള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ സാധനം എടുത്തിട്ട് വളരെ ഒരു എക്സ്പേർട്ട് ആയിട്ട് അദ്ദേഹം വീട്ടിൽ കയറി പരമാവധി ഈ CCTV ക്യാമറകൾ അവോയ്ഡ് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. പക്ഷേ ആ CCTV ക്യാമറ അദ്ദേഹം ടിൽറ്റ് ചെയ്തപ്പോൾ ആ ക്യാമറയുടെ ഫുട്ടേജ് ബൈ മിസ്റ്റേക്ക് അകത്തുള്ള റൂമിലേക്ക് വന്നു. ബൈ മിസ്റ്റേക്ക് ഇറ്റ് ഹാസ് കം. സോ ആ ഫുട്ടേജ് നമുക്ക് കിട്ടി. അതൊരു നല്ല ലീഡായിരുന്നു. സോ അദ്ദേഹം 20-ാം തീയതി ഈ ഓപ്പറേഷൻ ആണ് ചെയ്തത്. 21-ാം തീയതി അദ്ദേഹത്തിന്റെ ഒരു ടൂൾ മിസ്സിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് ലെഫ്റ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് ഓക്കറൻസ്. സോ അദ്ദേഹം ഈ ടൂൾ എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ടൂൾ നമുക്ക് FIR ചെയ്തിട്ട് പ്ലേസ് ഓഫ് ഓക്കറൻസ് പരിശോധിക്കാൻ സമയത്ത് ഞങ്ങൾ സീൽ ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം തന്നെയാണ് സ്വർണ്ണം പണമൊക്കെ കൊണ്ടുപോയത്. എങ്ങനെയാണോ? അതെ, ബാഗ്, ഒരു സഞ്ചിയാണ് അദ്ദേഹം പ്ലേസ് ഓഫ് ഓക്കറൻസിന് ആണ് എടുത്തത്. ആ സഞ്ചി, പിന്നെ അദ്ദേഹം ഒരു മാസ്ക് ധരിച്ചിരുന്നു, പിന്നെ തുണി ധരിച്ചിരുന്നു. അതെല്ലാം ഉപയോഗം ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് ശേഷം വീട്ടിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ കത്തിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഇപ്പോൾ റിക്കവറി ചെയ്യാൻ ഇപ്പോൾ പോകുന്നുണ്ട്. സോറി, അതെ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഇത് പരിശോധിച്ചിട്ട് ഇപ്പോൾ നോക്കണം. ഇപ്പോ ജസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതാണ്. അത് കുറച്ച് അധികമായിട്ട് ചോദ്യം ഇപ്പോൾ ചെയ്യാൻ ആവശ്യമാണ്. അധികമായിട്ട് CCTV ക്യാമറ ഇനിയും നമുക്ക് പരിശോധിക്കാൻ ബാക്കിയാണ് ഉള്ളത്. യെസ്, പോലീസ് എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്തിയത്, മോഷ്ടാവിലേക്ക് എത്തിയെന്ന കാര്യമാണ് വിശദീകരിക്കുന്നത്. ഡെമ്മി പരിശോധന പോലും, അതായത് ഒരു ഫ്രണ്ടിൽ മുടിയില്ലാത്ത ഒരാളെ എന്ന് സാമ്യം തോന്നി, അത്തരം സാധ്യത പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അവിടെ നിന്നും പണം 1,21,00,000 രൂപ കണ്ടെടുത്തു. ഒപ്പം തന്നെ 267 ഗ്രാം സ്വർണം കണ്ടെത്തിയ 267 പവൻ സ്വർണം കണ്ടെത്തി എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പണം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ കണ്ടെടുക്കപ്പെട്ടു എന്ന് വേണം പോലീസിന്റെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം CCTV ക്യാമറ, CDR, ടവർ ഡം, അതാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഈ കേസ് വളപട്ടണത്തെ മോഷണം എങ്ങനെ നടന്നു എന്നതിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോലീസ് എത്തിയത്. വളപട്ടണം കേസിൽ മോഷ്ടാവ് അയൽവാസി തന്നെ, അദ്ദേഹം ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് ലിജീഷ്. അങ്ങനെയാണ് ലിജീഷ് എങ്ങനെ ഈ വീട്ടിലേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുകയാണ്. സാമ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഫിംഗർ പ്രിന്റ് പരിശോധനയിലാണ് പ്രതി ഇയാൾ തന്നെ എന്ന വിശദാംശങ്ങളിലേക്ക് പോലീസ് എത്തുന്നത്. അങ്ങനെയാണ് ഒടുവിൽ ഈ പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തുകയും ഒടുവിൽ ഈ വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയും
പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. സുപ്രധാന നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടം കൂടിയാണിത്. നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. കാരണം CCTV ദൃശ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രതിശ്രമം നടത്തിയെങ്കിൽ കൂടിയും ആക്സിഡന്റലായിട്ട് ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ 1,21,00,000 രൂപ ആ വീട്ടിൽ മോഷ്ടാവിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 267 പവൻ സ്വർണവും കണ്ടെത്തിയെന്ന കാര്യവും പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. എന്തായാലും കൃത്യമായ ആസൂത്രണം ചെയ്ത് നടന്ന മോഷണമാണ്. കൂടുതൽ പേരെ ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. 40 മിനിറ്റ് സമയത്തോളം എടുത്തുകൊണ്ടാണ് മോഷണം നടത്തിയത്. ഉടമ വീട്ടിലില്ല, അഷ്റഫും കുടുംബവും വീട്ടിലില്ല എന്ന കാര്യം നേരത്തെ തന്നെ മനസ്സിലാക്കി ഇത്തരം മോഷണം നടത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. മുമ്പും മറ്റൊരു മോഷണ കേസിലെ പ്രതി കൂടിയാണ് ഇയാൾ. മുൻപും സമാനമായ അനുഭവങ്ങളുണ്ട്. ഈ ലിജീഷിന്റെ വീട്ടിലെ പരിശോധനയിൽ നിന്നും ഇത്തരം ഉപകരണങ്ങൾ നിരവധി കണ്ടെടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.